ഇതൊരു അടാറ് ഗ്ലാസ് പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഗ്ലാസ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്, ഇളനീർ വെള്ളം വെച്ചിട്ട്. അപ്പോൾ അതിന് നമുക്ക് 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ട് ഞാൻ 10 ഗ്രാമിൻ്റെ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഇളനീർ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ഒരു 10 മിനിറ്റ് നേരം. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കുതിർത്ത് വെക്കാൻ. ഇതിലേക്കൊരു 6 കപ്പ് 250 ml കപ്പിന് 6 കപ്പ് ഇളനീർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കുതിരാനായിട്ട് വെക്കുക. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ പുഡിങ് കേട്ടോ. ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഇളനീരിൻ്റെ പൾപ്പൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ എടുക്കാം. നന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ടത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഇളക്കി വേവിക്കുക. 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇളക്കിയും കൊണ്ടേ ഇരിക്കാം. ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇപ്പം മൊത്തം നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇളക്കിയും കൊണ്ടേ ഇരിക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായി തണുത്തതിന് ശേഷം നമുക്കിതുപോലൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കുക. നല്ലോണം തിളക്കണമെന്നില്ല, നമുക്ക് തൊടാൻ പറ്റുന്നൊരു ചൂടുണ്ടായി കരുതി കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തി ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. തേങ്ങ വെള്ളമോ ഇളനീർ വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇത് നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നൊരു പുഡിങ്ങാണ്. പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യുക, എല്ലാവർക്കും ഉണ്ടാക്കാം, കുട്ടികൾക്ക് പോലും ഇത് ഉണ്ടാക്കി നോക്കാം. ഈ പുഡിങ് ഞാനൊരു സൽക്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒരു ചെറിയ സൽക്കാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും മറക്കണ്ട. അപ്പോൾ നല്ല അടിപൊളിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്. സബ് ചെയ്യാനും മറക്കല്ലേ.